ഈ നാട്ടിൽ ഈ പൊട്ടിയ കൊണ്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസത്തിൽ ഈ ഇതിൽ വെള്ളം കയറിയിട്ട് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടായി. അപ്പോൾ ADM കാര്യങ്ങളും വന്നിട്ട് എന്താ പറഞ്ഞു വെച്ചാൽ ജനങ്ങൾക്ക് ഇവിടെയുള്ള ഈ 3 വാർഡിലെ എല്ലാവർക്കും ദിനപത്രം കൊടുക്കുന്നതാണ്. പക്ഷേ ഈ നേരം വരെ ആർക്കും കിട്ടിയില്ല. സാറ് കാണേണ്ട ഒരു കാഴ്ച പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് അവശേഷിക്കുന്നു? ഈ 3 വാർഡും കൂടെ വന്നാൽ ദിനപത്രം കിട്ടാത്ത എത്ര പേരുണ്ടാവും? കുറച്ച് അത്യാവശ്യം ആൾക്കാർ ഈ ഇവിടെ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം കാണുമ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ പോയവർ മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഉള്ളവരും അനുഭവത്തിൽ എന്താ ഫുൾ കഷ്ടപ്പാടില്ല. കാരണം പണിയില്ല. കാരണം എല്ലാവർക്കും ഈ വേലിപ്പാലിൻ്റെ പുറത്തുള്ളവർക്കാണ് കൂടുതലും പണി. അവർക്ക് മഴ ആയിക്കഴിഞ്ഞാൽ റെഡ് സോൺ ആയിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വിടുന്നില്ല. നമ്മളെ ടൗണിക്ക് പോലും നമ്മളെ നാട്ടിലത്തെ ഒരാളെ അനുവദിക്കുന്നില്ല അങ്ങോട്ട്. ആ ഒരു അവസ്ഥ ഇവിടെ എല്ലാവർക്കും പറ്റാത്തതാണ്. പിന്നെ അതേമാതിരി നമ്മളെ ഇവിടെ പൊട്ടിപ്പോയതിൻ്റെ ഇത് നമ്മുടെ ഷൈജിലാണ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ 1ാം വാർഷിക ദിനത്തിൽ നമ്മളിവിടെ പോയപ്പോൾ ഷൈജിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഷൈജിലിൻ്റെ സഹോദരിയുടെയും സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനത്തിന് പണം വേണമെന്നായിരുന്നു ആവശ്യം. ഇപ്പോൾ റിപ്പോർട്ടിലൂടെ ആ സ്വപ്നം പൂണിയാൻ പോവുകയാണ്. കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രൈഡ് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പഠനത്തിനായി വരുന്ന മുഴുവൻ ഫീസും നൽകും. പ്രൈഡ് CEO ശൈലേഷ് സി നായർ അക്കാര്യം റിപ്പോർട്ടിനെ അറിയിച്ചിട്ടുണ്ട്. സന്തോഷം. ആ കാര്യത്തിൽ നമുക്ക് പ്രതികരണം ഒന്ന് കേൾക്കാം. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ വാർഷിക ദിനത്തിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ലൈവ് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ശ്രീ അരുൺകുമാർ നടത്തിയ ലൈവ് പ്രോഗ്രാമിൽ ആ ദുരന്തത്തിൻ്റെ ഭാഗമായി അവിടുത്തെ ഷഹാന എന്ന് പറയുന്ന കുട്ടിയുടെ വലിയ ആഗ്രഹമാണ് IAS പഠനം പൂർത്തിയാക്കുക എന്നുള്ളത്. പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് ആ കുട്ടിയും കുടുംബവും പോകുന്നത് എന്ന് ആ ലൈവ് പ്രോഗ്രാമിൽ കാണാൻ സാധിച്ചു. ആ കുട്ടിയുടെ പഠനത്തിനാവശ്യമായ മുഴുവൻ സംവിധാനവും പ്രൈഡ് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറാണെന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് 1-2 അക്കാഡമികളെ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്, കോച്ചിങ് സെൻ്ററുകളെ. അവരുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സഹായം നേരിട്ട് സൊസൈറ്റി കൈമാറുന്നതാണ്. താങ്ക് യു. അപ്പോൾ താങ്ക് യു പ്രിയപ്പെട്ട പ്രൈഡ് സൊസൈറ്റിയുടെ ചെയർമാനാണ് നമുക്കൊപ്പം, CEO ആണ് നമുക്കൊപ്പം ചേർന്നത്, ശൈലേഷ്. താങ്ക് യു. അപ്പോൾ